സുരേഷ് നമുക്ക് തുടങ്ങി വെക്കാം അല്ലെ? എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ബാലശങ്കരം പഠന ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പഠന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ക്ലാസ് എടുക്കുന്ന ശ്രീമതി ഉഷാ അന്തർജനത്തെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജയശങ്കര. നമസ്തേ. ജയശങ്കര. എല്ലാ കുഞ്ഞുങ്ങൾക്കും സാദര നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേക കാര്യം കൂടെ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബാലശങ്കരം പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ ഒരു കൃതിയും ഒപ്പം തന്നെ കഠോപനിഷത്തിന്റെ ഒരു കൃതിയും, ഈ 2 ബുക്കുകളും നമ്മള് സംഘടന അടുത്ത ശങ്കര സ്മൃതി ദിനത്തിൽ, മെയ് മാസത്തിൽ നടക്കുന്ന ശങ്കരസ്മൃതി ആഘോഷ ദിനത്തിൽ ഒരു വിശിഷ്ട വ്യക്തിത്വത്താൽ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് ആദിശങ്കരാചാര്യ സ്വാമികളെയും അദ്ദേഹത്തിന്റെ കൃതികളെയും പ്രതിപാദിക്കുന്ന പുസ്തകവും അതോടൊപ്പം തന്നെ കഠോപനിഷത്ത് എന്ന ഉപനിഷത്തും കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ എത്തിച്ചേരാനുള്ള ഒരു സുവർണാവസരമാണ്. അപ്പം അതുകൊണ്ട് ശങ്കരസ്മൃതി ദിനം മെയ് മാസത്തിൽ നമ്മുടെ സംഘടന നടത്തുമ്പോൾ നിങ്ങൾ അച്ഛനമ്മമാരും കൂട്ടി തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം. ഒരു വിശിഷ്ട വ്യക്തിത്വം അന്നേരം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴാരാണെന്ന്. അദ്ദേഹം തന്നെ നിങ്ങളുടെ ഈ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആ പുസ്തകങ്ങൾ 2ഉം തരുന്നതായിരിക്കും. നമുക്ക് അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് നടത്താം എന്നാണ് ഇങ്ങനൊരു വിവരം കിട്ടിയപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. കാരണം അന്ന് ശങ്കരസ്മൃതി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ എല്ലാ വർഷവും നമ്മുടെ സംഘടന വളരെ ഭംഗിയായി ആദിശങ്കരാചാര്യ സ്വാമികളുടെ സ്മൃതി ദിനം ആഘോഷിക്കാറുണ്ട്, ജയന്തി. ആ സമയത്ത് ഈ 2026 അത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടിയായിട്ട് അതിനെ മാറ്റിയാലോ എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്റ്റേജിൽ വന്ന് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനുള്ള ഒരവസരവും ഈ 2 പുസ്തകങ്ങളും കൈപ്പറ്റാനും ഉള്ളൊരവസരം കൂടെ അന്നേരം തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കുറേശ്ശെയായിട്ട് നമുക്ക് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചും കൂടെ മനസ്സിലാക്കാം. പിന്നെ പരീക്ഷ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് അവധിക്കാലമാണ്, 1 മാസമുണ്ട്. നിങ്ങളത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തരും ഓരോ ഭാഗങ്ങളായിട്ടന്ന് അവിടെ അവതരിപ്പിക്കണം. എല്ലാവരും സമ്മതമാണോ? ഇന്നിപ്പോൾ 5 പേരെ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ഈ വിവരം നമ്മുടെ ബാലശങ്കരൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. ആദ്യമായിട്ട് ശാന്തി മന്ത്രം ജപിക്കുന്നതിലേക്ക് ശ്രീനന്ദന ശാന്തി മന്ത്രം. ഇല്ല. സരസ്വതി അന്തർജനം.
ടീച്ചർ ഞാനല്ല, ശ്രീമയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അവള് സരസ്വതി വന്ദനത്തിന് പേര്. ഓക്കെ 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 ആ ഓക്കെ. ദ്രുപത് ചൊല്ലുമോ? ദ്രുപത് ടീച്ചറെ ഗുരുവന്ദനം ചൊല്ലും. ആ ഗുരുവന്ദനമാണോ? ആ ചൊല്ലിക്കാം. എന്നാ ഞാൻ തന്നെ ശാന്തി മന്ത്രം ചൊല്ലാം. ഓ സഹനാപതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തതായിട്ട് ഗുരുവന്ദനം ചെല്ലുന്നതിലേക്ക് അമൃതവർഷിണി മോളെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. ജയ് ശങ്കര. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ജയ് ശങ്കര. വളരെ സന്തോഷം മോളെ. അടുത്തതായിട്ട് ഗണപതി വന്ദനത്തിനായി ആരുഷ് മോനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. ജയ് ശങ്കര. ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമർപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സമർപ്രഭ സർവദാ. ജയ് ശങ്കര. ജയശങ്കര. വളരെ സന്തോഷം മോനെ. അടുത്തതായിട്ട് സരസ്വതി വന്ദനമാണ്. ശ്രീമയി മോളെ ക്ഷണിച്ചുകൊള്ളുന്നു. സരസ്വതി വന്ദനം. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. ജയശങ്കര മിടുക്കി. അടുത്തതായിട്ട് സരസ്വതി വന്ദനത്തിന് നാമനാരായണി മോളും പേര് തന്നിട്ടുണ്ട്. നാമനാരായണി. നമസ്തേ. സരസ്വതേ നമസ്തുഭ്യം വരദേ കമലോപനി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. സന്തോഷം മോളെ. മിടുക്കി മിടുമിടുക്കി. ഇനി ദ്രുപദ മോൻ ഏതാണ് ചൊല്ലുന്നത്? നമസ്കാരം. ജയ് ശങ്കര. ആ അജ്ഞാനാന്തർ ഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖ താപപാഭാസ്യമാനാം മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പതന്തി ശംഭോർമൂർത്തിർ ശരതി ഭുവനെ ശങ്കരാചാര്യ രൂപാം. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം മോനെ. ഇനി ചിന്മയി മോള് മഹാലക്ഷ്മി സ്തവം ചൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്മയി. ജയശങ്കര. നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ നമസ്തേ ഹരോപേന്ദ്രദാത്രാദി വന്ദേ നമസ്തേ പ്രപന്നഷ്ടദാനൈകദക്ഷേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി വിധികൃത്യവാസ ഹരിർവിശ്വമേധ സൃജത്വത്തിപാദീതി യത്തത് പ്രസിദ്ധം സൃജത്വത്തിപാദീതി യത്തത് പ്രസിദ്ധം കൃപാലോകനാദേവദേ ശക്തിരൂപേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി ത്വയാ മായയാ വ്യാപ്തമേതൽ സമസ്തം ഘൃതം ലീയത്തെ ദേവി കുക്ഷോ ഹി വിശ്വം സ്ഥിതാം ബുദ്ധിരൂപേണ സർവത്ര ജന്തം നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ജയശങ്കർ. വളരെ സന്തോഷം മോളെ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സ്തുതികൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങള്? പേര് തന്നിട്ടില്ല ഇനി ആരും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ഇന്ന് എത്രയാണ് ഡേറ്റ്? നവംബർ 1.
നവംബർ 1. വളരെ സന്തോഷം. നവംബർ 1ന്റെ പ്രത്യേകത എന്താ മോളെ? കേരളപ്പിറവി. കേരളം രൂപീകരിച്ചത് ഏത് വർഷമാണെന്നറിയാമോ? കേരളത്തിന് എത്ര വയസ്സായി എന്നറിയാൻ? 1956 നവംബർ 1-നാണ് കേരളം രൂപീകരിച്ചത്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 68 വയസ്സായി. 2 വർഷം കൂടെ കഴിഞ്ഞാല് സപ്തതിയാകും. അപ്പം നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലായി കേരളം? പണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ 2-3 രാജ്യങ്ങളായിട്ടായിരുന്നു ഇത്. തിരുവിതാംകൂർ ഒരു രാജ്യം, കൊച്ചി വേറൊരു രാജ്യം, മലബാർ ബ്രിട്ടീഷ് കമ്പനിയുടെ കീഴിലുള്ള വേറൊരു രാജ്യം, ഇങ്ങനൊക്കെയായിരുന്നു. ഇതിനെല്ലാം കൂടെ ഒറ്റ ഒരു സംസ്ഥാനമായിട്ട് കേരളമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ രൂപീകരിച്ചത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? ഉത്തരം അറിയാവുന്നവരെ ഓണാക്കി പറയും. വെരി ഗുഡ്. മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനം, മലയാള ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു സംസ്ഥാനം രൂപീകരിച്ചതാണ് കേരളം 1956 നവംബർ 1-ന്. ഇനി നമുക്ക് ആലോചിക്കണം, കേരളത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം അപ്പം ഐക്യ കേരള സഭ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇതെല്ലാം കൂടെ സംയോജിച്ച് നിന്ന് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. കേളപ്പൻ എന്ന് പറഞ്ഞ സമരസേനാനിയുടെ നേതൃത്വത്തില് ആണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു പുന്നപ്ര വയലാർ സമരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അതൊക്കെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം രൂപീകരിച്ചത്. അപ്പം കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളമാണ്. ഇനി നമുക്ക് കേരളം രൂപീകരിച്ചല്ലോ, അപ്പൊ കേരളത്തിന് അതിരുകൾ കാണുമല്ലോ. കേരളത്തിന്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? പടിഞ്ഞാറ് ഏതാണ്? എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നത് എന്തുവാ? അറബിക്കടൽ. വെരി ഗുഡ്. അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി തെക്ക് കിഴക്കായിട്ട് ഏതാണ്? തെക്ക് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഏത് സംസ്ഥാനമാണ്? സഹീർ പർവ്വതം. ഒരു സംസ്ഥാനം ഉണ്ടല്ലോ മോളെ, സഹ്യപർവ്വതവും പിന്നെ ഒരു സംസ്ഥാനവും കൂടെ. നമ്മൾ തെക്കേ അറ്റത്ത് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ കാണാൻ പോകത്തില്ലായിരുന്നോ? എവിടാ പോകുന്നത്? തമിഴ്നാട്. വളരെ ശരി. തമിഴ്നാട് കഴിഞ്ഞ് കുറച്ചും കൂടെ പോണം, കന്യാകുമാരി. അതെ, തമിഴ്നാട് ജില്ലയാ. കന്യാകുമാരി ജില്ലയിലെ കുറെ ഭാഗങ്ങള് അന്ന് കേരളം രൂപീകരിച്ചപ്പോ തമിഴ്നാടിന് വിട്ടുകൊടുത്തതാ. എന്നിട്ട് നമ്മള് മൈസൂറിന്റെ കുറച്ച് ഭാഗങ്ങള് കാസർഗോഡ്, അത് മൈസൂറിന്റെ ഭാഗമായിരുന്ന കാസർഗോഡിനെ നമ്മൾ എടുക്കുകയും ചെയ്തതാ. അപ്പം ഒരു തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടല്. ഇനി വടക്ക് കിഴക്ക് ഏത് സംസ്ഥാനമാ? സഹ്യപർവ്വതം ഉണ്ട്, കൂടെ ഒരു സംസ്ഥാനവും കൂടെ ഉണ്ട്, നമ്മുടെ ബോർഡറിൽ കിടക്കുന്ന വേറൊരു സംസ്ഥാനം. വളരെ ശരി, വളരെ ശരിയാണ്, വളരെ ശരി. മിടുക്കരാണ് നിങ്ങൾ, എല്ലാരും മിടുക്കരാ. ഇനിയും ഈ എത്ര ജില്ലകളുണ്ട് നമുക്കതറിയാമോ? 14. വളരെ ഉത്തരം വളരെ ശരിയാണ്. 14 ജില്ലകളാണ് നമുക്കുള്ളത്. അങ്ങനെ 14. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോരോ ജില്ലയെന്ന് വന്നവരാ ഇതിനകത്തിൽ, ഇല്ലയോ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നറിയാമോ? വളരെ ഉത്തരം വളരെ ശരിയാണ്, വളരെ ശരിയായ ഉത്തരമാണ്. പാലക്കാടാണ് വലിപ്പം കൊണ്ട് ഏറ്റവും വലിയ ജില്ല. ഏറ്റവും ചെറിയ ജില്ല ഞങ്ങളുടെ ജില്ലയാ. ഏത് ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാ ഏറ്റവും ചെറിയ ജില്ല. എല്ലാവരും ഉത്തരം പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. ഇനി നമുക്ക് ഇനി കേരളത്തിന്റെ കുറച്ച് പ്രത്യേകതയും കൂടെ ചുമ്മാ അതൊന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്തതിലോട്ട് പോകാം.
നമ്മുടെ ദേശീയ പുഷ്പം, ഔദ്യോഗിക പുഷ്പം ഏതാണ്? വിഷുവിനൊക്കെ നമ്മൾ വിഷുവിനൊക്കെ നമ്മള് കണിക്ക് വേണ്ടി വെക്കും ആ പുഷ്പം. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ആനയാണ് ശരിയായ ഉത്തരം. ആനയാണ് ശരിയായ ഉത്തരം. നമ്മുടെ കേരളത്തിന്റെ ആനയാണ്. പിന്നെ പക്ഷി ഏതാണ്? പക്ഷി വളരെ ശരിയായ ഉത്തരമാണ്. ചേച്ചി ആനാന്നുള്ളത് ഇപ്പോഴാണോ വന്നേ? കടുവയല്ലയോന്ന് എനിക്കും ഡൗട്ട്. ആനയാണ്. ആണോ? അതിപ്പോ ആയതാണോ? കേരളത്തിന്റെ ആനയാ ചേച്ചി. കേരളത്തിന്റെ വൃക്ഷം മൃഗം ആനയാ. വൃക്ഷം ഏതാണ്? എളുപ്പമുണ്ട്. കേരളം എന്നുള്ളതിന്റെ അകത്തിൽ തന്നെ ആ പേരുണ്ട്. വളരെ ശരിയാണ്. ഇനി കേരളത്തിലെ ഔദ്യോഗിക പഴം ഏതാണ്? നമുക്ക് ഏറ്റവും വലിയ പഴം. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നിങ്ങളെല്ലാം മിടുക്കരാണല്ലോ. ഇനി പാനീയം കുടിക്കുന്നത്, കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടൊരു പാനീയത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേതാ? വളരെ ശരിയാണ്. പഴം ഏതാ പറഞ്ഞ? തിരിഞ്ഞില്ല. പഴം ഏതാ പറഞ്ഞ? തിരിഞ്ഞില്ല. പറഞ്ഞാളൊന്നുകൂടെ പറഞ്ഞേ. ചക്ക. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക കലാരൂപം ഏതാണ്? വളരെ ശരി. കഥകളിയുണ്ട്, മോഹിനിയാട്ടവും ഉണ്ട്. കഥകളി എന്ന് പറഞ്ഞ വളരെ ഉത്തരം ശരിയാ കേട്ടോ. ഇനിയും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ, നമ്മളിപ്പോ പറഞ്ഞു പശ്ചിമഘട്ടം നമ്മുടെ ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് കിടക്കുക. അവിടെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് നമ്മുടെ കേരളത്തിൽ? വളരെ ശരിയായ ഉത്തരം. ഈ ആനമുടിയെ നമുക്ക് എവിടെ ചെന്ന് കാണാം? ഏത് ജില്ലയിൽ ചെന്നാലേ ഈ ആനമുടിയെ നമുക്ക് കാണാൻ പറ്റുന്നേ? വളരെ ശരിയായ ഉത്തരം. ഇനിയും കേരളത്തിൽ കൂടി ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നദി പെരിയാർ. ഈ പെരിയാറിന്റെ തീരത്ത് വളർന്ന ലോകം മുഴുക്ക പ്രശസ്തിയെ ഉണ്ടാക്കിയ ഒരു നമ്മുടെ കേരള പുത്രനെ അറിയാമോ? ശങ്കരാചാര്യ. വളരെ ശരിയാണ്, വളരെ ശരിയായ ഉത്തരവാണ്. നമ്മുടെ ദേശീയോത്സവം ഏതാണ്? ഓണം. വളരെ ശരി. ഈ കേരളം സൃഷ്ടിച്ചതാ, നമ്മുടെ കേരളം ആര് സൃഷ്ടിച്ചെന്നാ നമ്മള് പഠിച്ചല്ലോ, നമ്മുടെ കഥകളി കൂടെ പരശുരാമൻ. വളരെ ശരിയായ ഉത്തരം. പിന്നെ ഈ നമ്മുടെ ഔദ്യോഗിക ഭാഷ അപ്പം മലയാളമാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഭാഷയ്ക്ക് ഒരു പിതാവിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ഭാഷാ പിതാവ് മലയാളത്തിന്റെ ആരാണ്? ഒരു ക്ലൂ തരാം. രാമായണമൊക്കെ അതാ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിങ്ങൾക്ക് എന്തോ മോനെ ധ്യാനെ, ഞാൻ ഏറ്റവും അവസാനമാ മോനെ. എല്ലാം കഴിയുമ്പോ മോനത് എന്നോട് മറന്നുപോയാലും പറഞ്ഞിട്ട് ചൊല്ലണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് നിങ്ങൾക്ക് അറിയാം. എനിക്ക് വളരെ സന്തോഷമായി. കേരളത്തിന്റെ ഇന്ന് നവംബർ 1 കേരള പിറവി ദിനത്തിലെ നമ്മൾ അത്യാവശ്യം കേരളത്തെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് എല്ലാം അറിയാവുന്നുള്ളത് വളരെ സന്തോഷമാണ്. എല്ലാരും ഓൺ ചെയ്ത് പറഞ്ഞത് സന്തോഷം. അപ്പൊ കേരളത്തിൽ വളർന്ന് ഈ കൊച്ചു കേരളത്തിൽ, ഒരു പാവയ്ക്കായുടെ പോലെ കിടക്കുന്ന ഈ കൊച്ചു കേരളത്തില് വളർന്ന് ഭാരതം മുഴുക്കെ സഞ്ചരിച്ച് ലോകം മുഴുക്കെ തന്റെ ആത്മീയ പ്രഭാവത്താൽ കീഴടക്കിയ ഒരു വിശ്വഗുരു, ജഗൽ ഗുരു ആയിരുന്നു ആര്? ശങ്കരാചാര്യ സ്വാമി. വളരെ ശരിയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ബാല്യത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? നിങ്ങളും കുഞ്ഞുങ്ങളാണല്ലോ. നമ്മുടെ സംഘടനയുടെ പേരെന്താണ്? നമ്മൾ ഏത് സംഘടനയിലാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ?
ആദിശങ്കര ആദിശങ്കര ശങ്കരം എന്ന പരിപാടിയിലേക്ക് സംഘടനയുടെ പേരെന്തുവാ? ആദിശങ്കര ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഈ സംഘടനയുടെ ഒരു വിഭാഗമാണ് നമ്മുടെ ബാലശങ്കരം. ശങ്കരന്റെ കുഞ്ഞിലേക്ക്. അപ്പൊ നിങ്ങളൊക്കെ ഓരോ ശങ്കര സ്വരൂപികൾ. അപ്പം ബാലശങ്കരത്തിലെ നമുക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ ഇപ്പൊ നമ്മുടെ ഈ സംഘടനയിൽ നിന്നൊരു ആത്മായനം എന്ന് പറഞ്ഞ ഒരു യാത്ര കാലടിയിൽ നിന്ന് തുടങ്ങി രാമേശ്വരത്ത് വരെ പോയി പല പല ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ സന്ദർശിച്ച് ആത്മീയമായ ധാരാളം അറിവുകൾ നേടി അവർ തിരിച്ച് ഇന്ന് എത്തിക്കഴിഞ്ഞു. നമുക്കും അതുപോലെ ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് കാലടി വരെ ഒന്ന് പോകാം. എവിടാണ് ഈ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ ജനിച്ചത്? കാലടിയിലാണ്. ആലുവായിലെ കാലടി പതിഞ്ഞ ആ പുണ്യഭൂമിയിലാണ് ശങ്കരാചാര്യര് ജനിച്ചത്. നമ്മള് അവിടെ ആ കഥയെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇന്ന് കുറച്ച് പറയുന്നുണ്ടെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വിശദമായിട്ട് 3, 4, 5 ക്ലാസ്സുകളിലായിട്ട് വിശദമായിട്ട് പറഞ്ഞ് നോട്ടും ഇടാം. അത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഓരോരുത്തരും അവരവർക്കുള്ള ഭാഗങ്ങള് ശങ്കര സ്മൃതി ദിനത്തിൽ അവതരിപ്പിക്കണം. ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശങ്കരാചാര്യ സ്വാമികളുടെ അച്ഛന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? ശിവഗുരു. അച്ഛന്റെ പേര് ശിവഗുരു. അദ്ദേഹം വലിയൊരു സംസ്കൃത പണ്ഡിതനും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു. അമ്മയുടെ പേര് വളരെ ശരിയായ ഉത്തരം. അമ്മയുടെ പേര് ആര്യാമ്പ എന്നായിരുന്നു. ശിവഗുരുവും ആര്യാമ്പയും ഇപ്പൊ ശിവഗുരു ആദ്യം ചെറുപ്പകാലത്ത് ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസമൊക്കെ നടത്തി. വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി ഇനി അങ്ങ് സന്യസിക്കാമെന്ന്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയാൽ അന്നൊക്കെ ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിന്റെ കൂടെ താമസിച്ചാണ് പഠിക്കുന്നത്. ഇന്നത്തെ പോലെ സ്കൂളിൽ പോയി ഇനി വരുന്ന പരിപാടിയല്ല. അവിടെ താമസിച്ചു പഠിത്തമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ തിരിച്ചങ്ങ് ഗൃഹത്തിലേക്ക് പോരാമെന്ന് ചിന്തിച്ചിട്ട് വേണ്ട, എനിക്ക് ഗൃഹസ്ഥാശ്രമി കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കണ്ട, സന്യാസം ഈശ്വരനിലേക്ക് അങ്ങ് തിരിയാം എന്ന് വിചാരിച്ചു. ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു മുനിശ്രേഷ്ഠൻ വരുന്നു. ആ മുനിയുടെ പേരെന്താണ്? അഗസ്ത്യമുനി. ആരാണ്? പേരെന്താണ്? അഗസ്ത്യമുനി ശിവഗുരുവിന്റെ മുമ്പിലെത്തി. ശിവഗുരുവിന്റെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് സന്യസിക്കാനുള്ള സമയമല്ലിത്. നേരെ തിരിച്ച് ഗൃഹത്തിലേക്ക് ചെല്ലൂ. എന്നിട്ട് വിവാഹമൊക്കെ കഴിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യമുനിയുടെ നിർദ്ദേശം അനുസരിച്ച്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അനുസരിച്ച് ശിവഗുരു തിരിയെ ഗൃഹത്തിലെത്തി. സമാന പണ്ഡിതയായ ശിവഗുരുവിനെ പോലെ തന്നെ സംസ്കൃതത്തിൽ നല്ല വിൽപ്പത്തിയൊക്കെയുള്ള സാത്വിക ഗുണങ്ങളൊക്കെയുള്ള ആര്യാമ്പയെ വേളി കഴിച്ചു. വർഷങ്ങളായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അവർക്ക് വളരെ വിഷമം തോന്നി. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ദിവസം അവര് തീരുമാനിച്ചു, ശിവഗുരു ഇങ്ങനെ വിഷമിച്ച് രാത്രി കിടന്നുറങ്ങിയപ്പോ പ്രത്യക്ഷത്തിൽ മഹാദേവൻ വന്നു. എന്നിട്ട് പറഞ്ഞു, എവിടെ പോയി? വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവഗുരുവും ആര്യാമ്പയും കൂടെ പിറ്റേ ദിവസം തന്നെ, ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം നൽകിയതാണല്ലോ, തീർച്ചയായിട്ടും അത് ചെയ്താല് കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയില് അവര് രണ്ടുപേരും കൂടെ കാലടിയിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്ത് തൃശ്ശൂര് വടക്കുംനാഥ
ക്ഷേത്രത്തിലെത്തി ഭജനമിരുന്നു. അങ്ങനെ ഭജനമിരുന്ന് ഇരുന്ന് ആ ഭജനത്തിന്റെ എണ്ണം ദിവസം പൂർത്തിയാക്കി അന്ന് വീണ്ടും മഹാദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നിനക്ക് ആയുസ് ധാരാളമുള്ള അധികം ബുദ്ധിയും കഴിവും ഒന്നും ഇല്ലാത്ത ധാരാളം പുത്രന്മാരെ വേണോ, അതോ ആയുസ് കുറവുള്ള പണ്ഡിതവര്യനായ ഒരു പുത്രനെ, സൽസ്വഭാവി സത്വഗുണങ്ങളെല്ലാമുള്ള പുത്രനെ വേണോ എന്ന് ചോദിച്ചപ്പം എന്തുവായിരിക്കും ശിവഗുരു പറഞ്ഞത്? എന്തുവായിരിക്കും പറഞ്ഞത്? സൽസ്വഭാവിയാണ് അത് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെ ആര്യാമ്പയുടെ വയറ്റിൽ ഭഗവാൻ മഹാദേവൻ തന്നെ പുത്രനായി പിറക്കുകയാണ്. അങ്ങനെ ഏത് മാസം? വൈശാഖ മാസത്തിലെ ശുക്ല പഞ്ചമി പുണർവ നക്ഷത്രത്തിൽ ആര്യാമ്പയ്ക്ക് ഒരു മകൻ, സൂര്യ തേജസ്സുള്ള പുത്രൻ ജനിക്കുന്നു. സാക്ഷാൽ മഹാദേവൻ തന്നെ അവർക്ക് മകനായി അംശാവതാരം എടുക്കുകയാണ്. അവരതുകൊണ്ട് ശങ്കരന്റെ, മഹാദേവനെ നമ്മൾ ശങ്കരൻ എന്നും പറയുകയല്ലേ. അങ്ങനെ ശങ്കരന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായ കുഞ്ഞിന് അവരെന്തു പേരിട്ടു? ശങ്കരൻ എന്ന് പേരിട്ടു. അങ്ങനെ പക്ഷേ ശിവഗുരുവിന് ഭാഗ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിന്റെ 3 വയസ്സ് വരെ, ഈ ആര്യാമ്പ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശിവഗുരു എന്നും ഗുരുകുലം പോലൊരു നടത്തുന്നുണ്ട്. ആ ഗുരുകുലത്തില് കുറെ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് ആ വീട്ടിലേക്ക്, ശിവഗുരുവിന്റെ ഇല്ലത്തേക്ക്. അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വേദങ്ങള്, വേദാംഗങ്ങള്, വേദാന്തങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങള്, ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ആര്യാമ്പയെ വിളിച്ച് അവിടെ അടുത്തിരുത്തിയിരിക്കും. ഇതെല്ലാം ആര്യാമ്പയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു ശങ്കരൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി അതല്ലാതെ തന്നെ വേദമന്ത്രങ്ങളൊക്കെ ആര്യാമ്പയുടെ അടുത്തിരുന്ന് തന്റെ കുഞ്ഞ് പണ്ഡിത ശ്രേഷ്ഠനായി ജനിക്കട്ടെ, സൽസ്വഭാവിയായി ജനിക്കണേ എന്നുള്ള ആഗ്രഹം കൊണ്ട് ശിവഗുരു ചൊല്ലുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അമ്മയുടെ ഉള്ളിൽ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട്, നമ്മൾ അങ്ങനെ ഒരാളിനെ കേറെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അർജുനൻ, ആരാണ്? അർജുനന്റെ പുത്രൻ അഭിമന്യു. അഭിമന്യു ശ്രീരാമനല്ലേ? ശരിയായ ഉത്തരമാണ്. പ്രഹ്ലാദനുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ ആര്യാമ്പയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ശിവഗുരു പറഞ്ഞു കൊടുത്തതായ എല്ലാം ആ കുഞ്ഞു ശങ്കരൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് കുഞ്ഞ് ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവഗുരു അങ്ങ് വിഷ്ണുപദം പ്രാപിച്ചു. പിന്നെ അമ്മയും മോനും തന്നെയേ ഉള്ളൂ. ഉപനയന സംസ്കാരം ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ അമ്മ തന്നെ കുഞ്ഞിനെ ഉപനയന സംസ്കാരമൊക്കെ നടത്തിച്ച് വേദാധ്യായനം ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഗുരുകുലത്തിലേക്ക് വിട്ടു. മോനെ നമുക്ക് അവസാന സമയത്ത് ഞാൻ പേര് വിളിക്കാം, അന്നേരം ചൊല്ലാം. അപ്പൊ അങ്ങനെ കുഞ്ഞു ശങ്കരൻ, ബാലശങ്കരൻ വേദങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് ഗുരുകുലത്തിൽ പോയി പഠിക്കുകയാണ്. അപ്പൊ കുഞ്ഞു ശങ്കരന് എല്ലാ സംശയങ്ങളാ. അങ്ങോട്ട് പോയപ്പം ആൽമരത്തിന്റെ ചുവട്ടിൽ കൂടാ പോകുന്നേ. അപ്പൊ ആൽമരത്തിന്റെ കായ പൊഴിഞ്ഞു താഴെ വീണ് കിടക്കുന്നു. അപ്പൊ ശങ്കരന് നല്ല ഭംഗിയില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചുമന്ന കായ? അത് പൊട്ടിച്ചു നോക്കിയപ്പോ അത് നിറച്ച് അരി. ഈ ഒരു അരിയിൽ നിന്നാണല്ലോ ഈ വലിയ ആൽമരം ഉണ്ടാകുന്നതെന്ന് അതിശയിച്ചു. എന്നാ എല്ലാ അരികളും താഴെ വീണിട്ട് അത് കിളിക്കുമോ? ഇല്ല. ഈ കുറച്ച് മാത്രം എന്താ കിളിക്കുന്നത്? ആൽമരത്തിന്റെ കായിലിരിക്കുന്ന കുരുവിന് ജീവൻ ഉണ്ടെങ്കിൽ, ജീവൻ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന ഭൂമിയിൽ വീണിട്ടും, ജീവനില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന ജലം കൊണ്ടും, ജീവനില്ലെന്ന് വിചാരിക്കുന്ന വായു കൊണ്ടും ഒക്കെ എങ്ങനെയാണ്? അപ്പൊ എല്ലാത്തിനും ചൈതന്യം ഉണ്ടല്ലോ. അപ്പം ജീവനില്ലാത്ത
വായുവ് ഒന്നിച്ചു ചേർന്നാലും ഇത് പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള്? ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി. ഇതെല്ലാത്തിനും നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ജീവനില്ലെന്ന് നമുക്ക് തോന്നും. ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാലും അത് ജീവനാവുന്നില്ല. ആവുന്നോ? ഇല്ല. ഇതിലേക്കൊരു ചൈതന്യം വരുമ്പോൾ മാത്രമാണ് ഇത് ജീവനുള്ളതാകുന്നത്. ഇതെന്താണ് ഇങ്ങനെ? അതായത് നമുക്ക് പെട്ടെന്ന് സങ്കല്പിക്കാനുള്ള മാർഗം, നമ്മള് കറണ്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്ലഗ് പോയിന്റിലും എന്ത് കാണത്തില്ല? കറണ്ട് കാണത്തില്ല. പക്ഷെ കറണ്ട് വന്നാലോ ആ ഒരേ കറണ്ട് കൊണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാം, ഹീറ്റർ ഓണാക്കാം, AC ഓണാക്കാം, ഫാൻ ഇടാം, കമ്പ്യൂട്ടറിലേക്ക് കറണ്ട് വരും, മൊബൈൽ ചാർജ് ചെയ്യാം, എന്തൊക്കെ വേണമെങ്കിലും ആഹാരം ഉണ്ടാക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരേ കറണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശങ്കരൻ അങ്ങ് അതിശയമായി പോയി. ശങ്കരന് ഇതൊക്കെ ഗുരുവിനോട് സംശയങ്ങളായിട്ട് ചോദിച്ച് എല്ലാം പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ 2-3 സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം മുതൽ വിശദമായിട്ട് പഠിക്കാം. ശങ്കരാചാര്യ സ്വാമികൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്കൊന്നറിയുന്നതിന് വേണ്ടി ഒരു കഥ പറയാം. കഥയാണ്, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. നമുക്കിതൊക്കെ ഇപ്പം നമ്മുടെ ആത്മായനത്തിൽ പോയവർ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചാണ് പോയത്. സ്വർണ്ണ നെല്ലിക്കയുടെ ഒരു കഥ നിങ്ങൾക്കറിയാമോ? പറയാം. അറിയാമെന്ന് പറഞ്ഞ മോൻ മിടുക്കൻ. ശങ്കരാചാര്യ സ്വാമികൾ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോ സന്യാസി ഇവരെ ഭിക്ഷ യാചിച്ചു പോകണം. ആ കിട്ടുന്ന ഭിക്ഷ കൊണ്ട് വേണം അവര് ജീവിക്കാൻ. അല്ലാതെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുകയോ ധനധാന്യങ്ങൾ സമ്പാദിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് ഗുരുവിന് കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ശങ്കരാചാര്യ സ്വാമികളെ ഭിക്ഷ യാചിക്കാനായി സ്വർണ്ണത്തു മനയിലേക്ക് ചെന്നു. ഇവിടെ ചെന്നപ്പോ അവിടെ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ഭിക്ഷയായിട്ട് കൊടുക്കാൻ ആ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു. അമ്മ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. പിന്നെന്തു കൊണ്ട് കൊടുത്തു? എന്തായിരുന്നു കൊടുത്തത്? ഒരു നെല്ലിക്ക കൊടുത്തു. അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ വീട്ടില് ഭിക്ഷയായിട്ടൊരു കുഞ്ഞു വന്ന് നിന്നപ്പോ കൊടുക്കാന് മറ്റൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വളരെ വിഷമിച്ച് ഉണ്ടായിരുന്ന ഒരു നെല്ലിക്ക കൊണ്ടുവന്ന് അമ്മ കുഞ്ഞിന് കൊടുത്തു. അപ്പൊ ഇവിടുത്തെ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് ശങ്കരാചാര്യ സ്വാമികള് അവിടെ നിന്നുകൊണ്ട് തന്നെ ചൊല്ലിയ സ്തുതിയാണ്. ആർക്കെങ്കിലും പറയാമോ? കനകധാരാ സ്തോത്രം. കനകധാരാ സ്തോത്രം 4 വരികൾ വീതമുള്ള 8 ശ്ലോകങ്ങളാണ് കനകധാരാ സ്തോത്രത്തിലുള്ളത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ആ കുഞ്ഞ് ശങ്കരൻ കനകധാരാ സ്തോത്രം ചൊല്ലിയപ്പോ എന്താണ് പൊഴിഞ്ഞു വീണത്? കനകമയമായ നെല്ലിക്ക തന്നെ പൊഴിഞ്ഞു വീണു. അങ്ങനെ ആ ദാരിദ്ര്യത്തിൽ വീണ ആ ഇല്ലത്തിനെ, ആ അമ്മയെ ഇഷ്ടം പോലെ സ്വർണ്ണ നെല്ലിക്കകൾ കൊണ്ട് സമ്പന്നയാക്കി. മഹാലക്ഷ്മി അനുഗ്രഹിച്ചു. അപ്പൊ എത്ര ചെറിയ പ്രായത്തിലെ ഇത്രയുമുള്ള കഴിവുകള് നമ്മുടെ സനാതന ധർമ്മശാസ്ത്ര പഠനം കൊണ്ട് ഈശ്വര ഭക്തി കൊണ്ട് നേടിയെടുക്കാമെന്നുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കഥ പറയാം. അപ്പം കുഞ്ഞു ശങ്കരൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അച്ഛൻ മരിച്ചുപോയി. അമ്മയും മോനും തന്നെ ഉള്ളൂ. അമ്മയാവട്ടെ ഭയങ്കര ഭക്തയാണ്. അപ്പൊ എല്ലാ ദിവസവും പൂർണ്ണ നദി, ഇന്നത്തെ നമ്മൾ മുമ്പേ പറഞ്ഞ പെരിയാർ നദിക്ക് അന്നത്തെ പേര് പൂർണ്ണ എന്നായിരുന്നു. അപ്പൊ പൂർണ്ണ നദി കുറച്ച് ദൂരെ കൂടാ, അവരുടെ ഇല്ലത്തിന് കുറച്ച് ദൂരെ കൂടാ ഒഴുകുന്നത്. അപ്പൊ എന്താ ചെയ്തു? എല്ലാ ദിവസവും അമ്മ ആ പൂർണ്ണ നദിയിൽ കുളിച്ച് ശിവഭഗവാനെ തൊഴുത് തിരിച്ചു വരും. അപ്പൊ അമ്മയ്ക്ക് പ്രായമായി. എല്ലാ ദിവസവും അത്രയും ദൂരം നടന്ന് തൊഴാനൊക്കെ വളരെ വിഷമമാണെന്ന്. പക്ഷെ എന്നാലും അമ്മ അത് മുടക്കുന്നില്ല. ഒരു ദിവസം അമ്മ ആര്യാമ്പ
രാവിലെ പ്രഭാതത്തിൽ തന്നെ പൂർണ്ണ നദിയിലേക്ക് കുളിക്കാൻ പോയി. കുഞ്ഞു ശങ്കരൻ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. കുറച്ചു നേരമായിട്ടും അമ്മയെ കാണാനില്ല. ഈ സമയം കൊണ്ട് അമ്മ കുളിച്ച അമ്പലത്തിലും തൊഴുതിട്ട് വരേണ്ട സമയമായി, കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോ അമ്മ വഴിയിൽ വീണ് കിടക്കുന്നു. ക്ഷീണം കാരണം, പ്രായാധിക്യം കാരണം. അപ്പൊ ആ കുഞ്ഞിന് മനസ്സിലായി അമ്മയ്ക്ക് ഈ ദൂരമെല്ലാം നടന്ന് പൂർണ്ണാനദിയിൽ കുളിച്ച് തിരിച്ച് അമ്പലത്തിലും തൊഴുതു വരാനുള്ള ആരോഗ്യസ്ഥിതി കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മേ, ഇനി മുതൽ അമ്മയ്ക്ക് കുളിക്കാനായിട്ട് അത്രയും ദൂരം നടക്കേണ്ടതില്ല. അമ്മയ്ക്ക് കുളിക്കാൻ പൂർണ്ണാനദി ഇല്ലത്തിനടുത്തേക്ക് വരും എന്ന് പറയും. ഇന്നും നമുക്ക് കാലടിയിൽ പോയാല് പൂർണ്ണാനദി തിരിഞ്ഞൊഴുകിയത് ഭാഗം നമുക്ക് കാണാനാവും. നിങ്ങളൊക്കെ പോണം. പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാലടിയിൽ പോണം. ശങ്കര സ്തൂപം കാണണം. ശങ്കരാചാര്യ സ്വാമികളുടെ ജീവചരിത്രം ആ സ്തൂപത്തിലെ താഴേന്ന് മോളി വരെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും പറ്റും. നമ്മുടെ ഒരു ആത്മാഭിമാനമാണ് ശങ്കരാചാര്യ സ്വാമികൾ. അതുകൊണ്ട് അപ്പൊ അന്ന് രാത്രിയില് അമ്മ കിടന്നുറങ്ങിയപ്പോ ഭയങ്കരമായ ഇടിയും മഴയും വന്നു. ആ ഭയങ്കര മലവെള്ളപ്പാച്ചിലില് ഒരു വലിയ കല്ല് മോളിന്ന് മലയിൽ നിന്ന് ഈ പൂർണ്ണ നദിയിലേക്ക് വീണ് നദിയുടെ ഗതി തന്നെ മാറി. ഒരു ഭാഗം ഇല്ലത്തിനടുത്തൂടെ ഒഴുകാൻ തുടങ്ങി. നമ്മൾ കണ്ടില്ലയോ 2018 വെള്ളപ്പൊക്കത്തിന് നദി കര കവിഞ്ഞ് ഏതൊക്കെ കൂടെ ഒഴുകുന്നേ? മനോരമക്കാരും ചാനലുകാരൊക്കെ നദി ഇതുവഴി ഒഴുകും ഇതുവഴി ഒഴുകും എന്ന് പറഞ്ഞിട്ട് അവരുടെ കണക്കുകൂട്ടലിനെയൊക്കെ തെറ്റിച്ച് നദിക്ക് തോന്നിയ ഭാഗത്തൂടെ ഒക്കെ നദി ഒഴുകുന്നത് നമ്മൾ കണ്ടില്ലയോ? അതുപോലെ ഈ പൂർണ്ണ നദി ശങ്കരന്റെ ആ ഇച്ഛയനുസരിച്ച് ആത്മബലം കൊണ്ട് അമ്മയുടെ ഇല്ലത്തിനടുത്തൂടെ ഒഴുകാൻ തുടങ്ങി. ഇത് നമ്മൾ പോയി കാണണം. അപ്പം സനാതന ധർമ്മശാസ്ത്രത്തിന്റെ ഈശ്വര ഭക്തിയുടെ ഒരു കഥ കൂടിയാണിത്. 2 കഥ നമ്മൾ കേട്ടു. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ. ഇനി അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കുഞ്ഞ് ശങ്കരന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ അടുത്ത് ഒരു മുനി ശ്രേഷ്ഠൻ വരിക. അത് അഗസ്ത്യ മുനിയായിരുന്നു. ഒരു സന്യാസി വര്യൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇനി നീ എന്ത് ചെയ്യണം? നേരെ മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരത്തേക്ക് പോകണം. എവിടാണ്? മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരം എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നർമ്മദാ നദിയുടെ തീരത്ത് അമരാന്തക എന്ന സ്ഥലത്ത് ഒരു ഗുഹയില് നിന്റെ ഗുരുനാഥനാവാനുള്ള ആള് തപസ് ചെയ്യുന്നുണ്ട്. ആരാണ് ആ ഗുരുവിന്റെ പേര്? ഗോവിന്ദ ഭഗവത് പാദർ. നമ്മൾ നാരായണം പത്മഭവം വസിഷ്ഠം എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ്സിലെ ഗുരു പരമ്പരകളുടെ ഒരു സ്തുതി പഠിച്ചിരുന്നു. അതൊന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ ആ ഗുരുവിനെ ബ്രഹ്മവിദ്യയാണ് ഇനി അഭ്യസിക്കാനുള്ളത്. ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞു. കുറേ ഗർഭത്തിൽ ഇരുന്നപ്പോ തന്നെ, അമ്മയുടെ വയറ്റിൽ ഇരുന്നപ്പോ തന്നെ കുറേ ജ്ഞാനമായി കഴിഞ്ഞു. കൃഷ്ണ ഉണർന്നു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഗുരുകുലത്തിൽ നിന്നും പഠിച്ചു. ഇനിയും അഭ്യസിക്കേണ്ടത് ബ്രഹ്മവിദ്യയാണ്. അതിനുവേണ്ടി ഗുരുവിന്റെ സമക്ഷത്തേക്ക് പോകണമെന്ന് പറയും. അപ്പൊ അങ്ങനെ പോകണമെന്ന് പറഞ്ഞാ സന്യസിക്കാൻ അമ്മ വിടുമോ? അമ്മയ്ക്ക് ഇനി ആരുണ്ട്? ഈ ഒരു മകൻ തന്നെ ഉള്ളൂ. പല തവണയും അമ്മയും മോനും കൂടെയുള്ള സംസാരത്തിനിടയില് മകന്റെ ഈ യോഗ ആത്മവിദ്യ അറിയാനുള്ള ത്വര കണ്ടിട്ട് അമ്മയ്ക്ക് തന്നെ ഭയമാരുമായിരുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സന്യാസി ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുന്നുണ്ട്. ആ അറിവിന്റെ മുമ്പിൽ നമ്മൾ നമിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ആത്മജ്ഞാനം കുറച്ചെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആര് സന്യാസിമാരാവാൻ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളങ്ങ് സന്യാസിയാകാമെന്ന് പറഞ്ഞാൽ വിഷമമാകും. ഇതു തന്നെയായിരുന്നു ആര്യാമ്പയുടെയും വിഷമം. എനിക്കുള്ള ഒരേ ഒരു മകൻ സന്യാസിയായി പോയാല് എനിക്ക് പിന്നെ ആരുണ്ട്?
ഞാൻ പിന്നെ ഒറ്റപ്പെട്ടില്ലയോ. ഇത് ശങ്കരന് മനസ്സിലായി. എന്താണ്? അവരവരുടെ സന്തോഷത്തിനും സുഖത്തിനുമുള്ള കാര്യത്തിനു മാത്രമേ നമ്മുടെ മനസ്സ് താല്പര്യം പ്രകടിപ്പിക്കത്തുള്ളൂ. നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്കത് വേണ്ട, ചെയ്യണ്ട എന്ന് തോന്നും. ഇവിടെ അമ്മയ്ക്കും അമ്മയുടെ മോനെ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള വിഷമം കാരണമാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജന്മ ഉദ്ദേശം സന്യാസി വര്യൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആത്മജ്ഞാനത്തെ കുറിച്ചുള്ള. ഇതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യ അഭ്യസിക്കണം. ഞാൻ ആരാണ് എന്ന അറിവ് നേടണം. പ്രപഞ്ചം ആരാണ് എന്നുള്ള അറിവ് നേടണം. ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആ പരമാത്മ ചൈതന്യം എന്താണെന്നുള്ള അറിവ് നേടണം. അതിന് ഞാന് ഈ സന്യാസി വര്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഗുരുവിനെ തേടി പോവേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു. നേരിട്ട് അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, വേണ്ട മോനെ, മോൻ സന്യാസിയൊന്നും ആവണ്ട, ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ നടത്തി ഇത്രയൊക്കെ ആയാലും നമുക്കിവിടെ ഇതുപോലെ കഴിയാം. അപ്പൊ പിന്നെ അമ്മയുടെ സമ്മതം വാങ്ങിച്ചിട്ട് സന്തോഷമായിട്ട് പോവാൻ പറ്റുകയില്ല എന്ന് ആർക്ക് മനസ്സിലായി? ശങ്കരന് മനസ്സിലായി. അപ്പൊ ശങ്കരൻ എന്ത് ചെയ്തു? ഒരു ദിവസം അമ്മയും മോനും കൂടെ കുളിക്കാനായി പൂർണ നദിയിലേക്ക് പോയി. അവിടെ പൂർണ നദിയിൽ പോയപ്പോ അമ്മ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുമകൻ കുളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി, കുഞ്ഞു ശങ്കരൻ. അപ്പൊ കുഞ്ഞു ശങ്കരന്റെ കാലിൽ, ബാക്കി ആരെങ്കിലും ഒന്ന് പറയാമോ? വളരെ ശരി, കുഞ്ഞിന്റെ കാലിൽ ഒരു മുതല പിടിച്ചുകൂടി. വെള്ളത്തിലേക്ക് ഇറങ്ങിയ, നദിയിലേക്ക് ഇറങ്ങിയ കുഞ്ഞു ശങ്കരന്റെ കാലിൽ ഒരു മുതല പിടികൂടിയതുമല്ല, അത് കുഞ്ഞു ശങ്കരനെ ബലമായിട്ട്, കുഞ്ഞു ശങ്കരനല്ലേ, വലിയ പാടുണ്ടോ മുതലയ്ക്ക് കൊണ്ടുപോവാൻ? ഒരു പാടുമില്ല. അപ്പൊ ഇത് കണ്ട അമ്മ കരഞ്ഞു. എല്ലാ ഭഗവാന്മാരെയും വിളിച്ചു, രക്ഷിക്കാനാവുന്നത് നോക്കി, ഒരു രക്ഷയുമില്ല, ഇല്ല, ഒന്നീ കുഞ്ഞ് നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്നു. അപ്പൊ കുഞ്ഞു പറഞ്ഞു, അമ്മേ, എന്നെ സന്യാസത്തിന് അയക്കാമെന്ന് പറയൂ. അപ്പൊ ആ മുതല വിടുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് ഒന്നീ സന്യാസിയായിട്ടാണെങ്കിൽ എന്റെ കുഞ്ഞു ജീവിച്ചിരിക്കുമല്ലോ എന്ന് അമ്മ വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞു, ഓക്കെ മോനെ, ഞാൻ സന്യാസത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് പോവാൻ, സന്യാസിയാകാൻ അമ്മയുടെ അനുവാദം കിട്ടി ബാലശങ്കരന്. അങ്ങനെ തിരിച്ചവര് ഗൃഹത്തിലെത്തി. പിറ്റേന്ന് രാവിലെ ശങ്കരൻ സന്യാസം സ്വീകരിക്കാനായിട്ട്, അല്ലെ ആത്മവിദ്യയെ കുറിച്ച് അറിയാനായിട്ട് മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരത്തേക്ക് തന്റെ ഗുരുവിനെ അന്വേഷിച്ച് അഗസ്ത്യമുനി പറഞ്ഞതനുസരിച്ച് യാത്ര തിരിക്കുകയാണ്. കൂടെ ആരുണ്ട്? വിഷ്ണു ശർമ്മൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുമുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ നേരെ ഓങ്കാരേശ്വരത്തേക്ക് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിട്ട് പോവുകയാണ്. അപ്പൊ ഈ 9 വയസ്സേ ആയിട്ടുള്ളൂ, കൊച്ചു മോനാണ്. ഇതിനോടകം എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? വേദങ്ങള്, 4 വേദങ്ങള്, 6 വേദാംഗങ്ങള്, 2 ഇതിഹാസങ്ങള്, 18 പുരാണങ്ങള്, വേദാന്തങ്ങള്, എല്ലാം 64 ശാസ്ത്രങ്ങള്, എല്ലാം ഈ കുഞ്ഞു മോന് 9 വയസ്സിനകം പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇങ്ങനെ വിഷ്ണു ശർമ്മനും ബാലശങ്കരനും കൂടെ, നമ്മുടെ സമയമായോ? ബാലശങ്കരനും കൂടെ മധ്യപ്രദേശിലെ ഓങ്കാരേശ്വരത്തേക്ക് ഓങ്കാരേശ്വരത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നു ഗുരുവിനെ കാണുന്നു. ഗുരുവിന് ജ്ഞാനദൃഷ്ടിയുണ്ട്, ഇന്നാൾ ഇന്നപ്പം വരും എന്നറിയാം. അങ്ങനെ യഥാർത്ഥ തന്റെ ശിഷ്യൻ എത്തിയതറിഞ്ഞ് ശിഷ്യനെ സ്വീകരിച്ച് ശിഷ്യന് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത് അങ്ങനെ കഴിയുമ്പോഴ് അവിടെ നർമ്മദാ നദിയാണ്, മധ്യപ്രദേശിലെ നർമ്മദാ നദിയാണ്. ഒരിക്കലും അവിടെ വലിയൊരു പ്രളയം വന്നു. അപ്പം ഈ ഗോവിന്ദ ഭഗവത്പാദർക്ക് വേറെയും ശിഷ്യന്മാരുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടി ഇരിക്കുമ്പോ ഗുരു ഗോവിന്ദ ഭഗവത്പാദരെ ഒരു ഗുഹയില് താഴെ, ഒരു പർവ്വതത്തിന്റെ താഴെയുള്ള
ഗുഹയിലിരുന്ന് തപസ് ചെയ്യുകയാണ്, ധ്യാനനിഷ്ഠനായി ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രളയം വന്നത്. അപ്പം നർമ്മദാ നദി കര കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പം ഈ നദിയിലെ വെള്ളം എല്ലാം കൂടെ എവിടേക്ക് കയറും? ഗുഹയിലേക്ക് കയറും. ഗുഹയിൽ ആരുണ്ട്? ഗോവിന്ദവട്ടം. ആ അതെ, ഗുരുവുണ്ട്. ഗുരു ആ പ്രളയജലത്തിൽ ഒലിച്ചു പോകും. ശിഷ്യന്മാരെല്ലാം ഗുരുവിനെ ഉണർത്താനൊക്കുമോ ഉണർത്താതിരിക്കാനൊക്കുമോ എന്ന് ഭയന്ന് അവരെല്ലാം വെപ്രാളം പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ശങ്കരൻ പറയും, ആരും വിഷമിക്കണ്ട, ഈ പ്രളയം, ഈ നദി കരകവിഞ്ഞൊഴുകുന്നതൊക്കെ ഇപ്പം മാറും, ഗുരുവിന് ഒരു അപകടവും വരത്തില്ല എന്ന് പറഞ്ഞ് തന്റെ കമണ്ഡലു എടുത്ത് വലിയൊരു പാറയുടെ അടുത്ത് കൊണ്ടുവച്ചു. എന്തു പറ്റി? നർമ്മദാ നദിയിലെ ജലം കര കവിഞ്ഞൊഴുകിയതെല്ലാം ആ കമണ്ഡലുവിൽ. കമണ്ഡലു അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ കമണ്ഡലു? സന്യാസിമാരുടെ കയ്യിലെ ജലം ശേഖരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലയോ പടത്തിലൊക്കെ? ആ കുഞ്ഞു കമണ്ഡലു. കുഞ്ഞു കമണ്ഡലുവിലെ ഒരു പ്രളയ ജലത്തെ മുഴുക്കെ ഒതുക്കി കഴിഞ്ഞ ആളാണ് ആരെ? അതെ. ഇതെല്ലാം കഴിഞ്ഞ് ഗുരു ഉണർന്ന് നോക്കിയപ്പോ ഈ ശങ്കരന്റെ മഹിമ എത്ര ആണെന്ന് ഗുരുവിന് പൂർണ്ണ ബോധ്യമായി. ഇനിയും അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാ കഴിവുകളും തികഞ്ഞ ആളായി, ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഇനി ശങ്കരാചാര്യ സ്വാമികളെന്ന് പേരും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും ഈ സനാതന, ഈ അറിഞ്ഞതായ പഠിച്ചതായ ഈ കാര്യത്തെ നിങ്ങള് ശങ്കരാചാര്യ സ്വാമികള് ഭാരതമെമ്പാടും ലോകമെമ്പാടും പ്രചരിപ്പിച്ച് ഈ ഭാരതഭൂമിയില് അന്ന് ശ്രീ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ശ്രീബുദ്ധനായിട്ട് അവതരിച്ച് ബുദ്ധമതം പ്രചരിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ ബുദ്ധന്റെ കാലശേഷം എന്തു പറ്റി? ബുദ്ധൻ സ്വധാമത്തിലേക്ക് പോയി, വിഷ്ണുപദത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ അനാചാരങ്ങൾ നടന്നിരുന്നു. തൊട്ടുകൂടായ്മ, നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ സ്കൂളില്? തീണ്ടിക്കൂടായ്മ, നരബലി, ഇങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങള്, വേണ്ടാത്ത കാര്യങ്ങള് ഒക്കെ കൂടെ നടത്തിയിരുന്നു. അതുപോലെ വേദം പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാതെ വേറെ ഓരോന്നൊക്കെ എഴുതി ചേർത്തിട്ട് ഇതൊക്കെയാണ് വേദം പറഞ്ഞിരിക്കുന്നത്. വേദത്തിനെ തെറ്റായിട്ട്, ഏതൊരു കാര്യത്തിനും നമുക്ക് ശരിയായിട്ടും വ്യാഖ്യാനിക്കാൻ പറ്റും, തെറ്റായിട്ടും വ്യാഖ്യാനിക്കാനും ഇല്ലേ? ഇവിടെ ബുദ്ധന്റെ അനുയായികൾ എന്ന് പറഞ്ഞ കുറെ പേര് ഈ വേദത്തിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഇതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് തെറ്റുകളെല്ലാം, അനാചാരങ്ങളും ഒക്കെ ഇവിടെ നടത്തിയിരുന്നു. അപ്പൊ അതിനെയൊക്കെ തിരിച്ച് വേദം എന്താണ് പറയുന്നത് എന്ന് ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കണമെന്ന് ശങ്കരാചാര്യ സ്വാമികളെ ചുമതലപ്പെടുത്തി. സ്വതന്ത്രനായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം കൂടെ ആരുണ്ടായിരുന്നു? ശങ്കരാചാര്യ സ്വാമികളുടെ കൂടെ സന്യാസം സ്വീകരിച്ചു പോകുമ്പോഴത്തേക്ക് ആദ്യം അമ്മയുടെ അടുത്ത് നിന്ന് ആവൽ സന്യാസത്തിന് അമ്മ അനുഗ്രഹം കൊടുത്തു. അപ്പം പോകുമ്പോ ആരുണ്ടായിരുന്നു? ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, വിഷ്ണു ശർമ്മൻ എന്ന് പറഞ്ഞ അപ്പൊ ആ വിഷ്ണു ശർമ്മൻ പിന്നീട് ചിത്സുതൻ എന്ന പേരില് ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനായിട്ട് മാറി. അപ്പൊ വിഷ്ണു ശർമ്മൻ പിന്നീട് ആരായി? ചിത്സുതൻ എന്ന ചിത്സുതനായിട്ട് ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനായിട്ട് മാറി. ചിത്സുതൻ എന്ന പേര് കൊടുത്തത് ആരാ? ശങ്കരാചാര്യ സ്വാമികൾ, ചിത്സുതൻ. അത് കഴിഞ്ഞ് 4 ശിഷ്യന്മാരുണ്ടായി. അത് കഴിഞ്ഞ് 4 മഠങ്ങൾ സ്ഥാപിച്ചു. അതില് ശൃംഗേരി മഠമാണ് ദക്ഷിണ കേരളത്തിൽ, ഈ ഭാഗത്തെ ദക്ഷിണ ഭാരതത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന മഠമാണ് ശൃംഗേരി മഠം. ഇനി അതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയാം. അടുത്ത 3-4 ക്ലാസ്സുകളിലായിട്ടായിരിക്കും പറയുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞത് തന്നെ ഞാൻ വളരെ
വിശദീകരിക്കാതെ പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല. ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് നമുക്ക് അടുത്ത 4 ക്ലാസ്സുകളിലായിട്ട് വിശദമായിട്ട് പഠിച്ചിട്ട് ഏപ്രിലില് നമ്മൾ അതിന്റെ നോട്ട് തയ്യാറാക്കി ഇടാം. നിങ്ങൾ മാർച്ച് വരെ നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ളത് ധാരാളം പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം. അത് കഴിഞ്ഞ് ഏപ്രിൽ 1 മാസം കൊണ്ട് നമുക്ക് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് അടുത്തറിയാം. എവിടൊക്കെ ആശ്രമങ്ങൾ, 4 ആശ്രമങ്ങൾ എവിടൊക്കെ സ്ഥാപിച്ചു, ആ ആശ്രമങ്ങളുടെയൊക്കെ പേരുകൾ എന്താണ്, ആരെയൊക്കെയാണ് അവിടെ മഠാധിപതികളായിട്ട് നിഷ്കർഷിച്ചത്, ആ മഠാധിപതികൾ പിന്നെ വരുന്ന സന്യാസി പരമ്പരകളുടെ പേരുകളുടെ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുരി, ഗിരി, ആനന്ദം, അരണ്യം, ഇങ്ങനൊക്കെ കേട്ടിട്ടില്ലയോ? അതൊക്കെ എങ്ങനെയാണ് വന്നത്, ഏതൊക്കെ ആശ്രമത്തിലെ ആൾക്കാർക്കാണ് ആ പേരുകളൊക്കെ വന്നത്, അവിടൊക്കെ ഏത് നിഷ്ഠ, ആംന്യായം എന്ന് പറയും, നിയമമാണ്. ആംന്യായം എന്ന് പറഞ്ഞ ദേശനാമി സമ്പ്രദായത്തിലെ ആംന്യായം എന്ന് പറഞ്ഞ നിയമം. ഓരോ ആശ്രമത്തിനും ഓരോ ആംന്യായം, ഓരോ നിയമം നിഷ്കർഷിച്ച് അതൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതും ഒക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ ആത്മ തേജസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നമുക്ക് അങ്ങനെ നേടിയെടുക്കണം. ഇന്ന് ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതിനും ഉത്തരം പറഞ്ഞ നിങ്ങളുടെ എൻ്റെ കുഞ്ഞു മക്കൾക്കും വളരെ സന്തോഷപൂർവം എനിക്ക് പറയാനുണ്ട്. അതുപോലെ ഇതിനകത്തില് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ ചിന്മയി എന്ന് പറഞ്ഞ മോൾ ഉത്തരം പറഞ്ഞത്, ഒരു നമ്മുടെ ശങ്കര സ്മൃതി ദിനത്തില് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഈ കഥകളെല്ലാം ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചുള്ള എല്ലാ കഥകളും ഞാൻ ആ മോക്ക് പറഞ്ഞു കൊടുക്കുകയും ഏതാണ്ട് ഇതിലൊക്കെ വളരെ വിശദമായിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ആ കുഞ്ഞിന്റെ മനസ്സിന് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്നുണ്ട്. ആ സ്ഥലങ്ങളും എല്ലാം അന്ന് കാണാനൊക്കെ പറ്റി. ചിന്മയി വീഡിയോ ഒന്ന് കാണിച്ചേ. ചിന്മയി വീഡിയോയിലില്ല. ചിന്മയി കാണട്ടെ. ഇത്രയെല്ലാം പറഞ്ഞു. ലക്ഷ്മി സ്തവൻ ചൊല്ലിയല്ലോ. ചിന്മയി മോള് എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു. വളരെ സന്തോഷം. അന്നത്തെ ഓർമ്മ വെച്ചിട്ടാണോ മോള് പറഞ്ഞത്? വെരി ഗുഡ്. മൈക്ക് മ്യൂട്ടായിരുന്നു മോളെ. വളരെ സന്തോഷം. ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? നക്ഷത്രം എന്നല്ലേ പറഞ്ഞത്? അതെ ചേച്ചി, ആചാര്യസ്വാമികളുടെ നാള് പുണർന്നല്ലേ പറഞ്ഞേ? അതെ, പുണർന്നല്ലയോ? അപ്പൊ അത് ചേച്ചി ഞാൻ ധരിച്ച അതുപോലെ നാളുള്ള വേറെ ഒരാളുണ്ടല്ലോ. ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ നാളും പുണർന്നവും. അങ്ങനെ ഞാൻ കേട്ടത്. അതാ ശ്രീരാമൻ ഉത്തരം പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്റെ ഒരു ആഗ്രഹം, കുഞ്ഞുങ്ങളെ ചേച്ചി അനുവദിക്കുമെങ്കിൽ ആചാര്യസ്വാമിയുടെ ഒരു 2 വരി ശ്ലോകം ചൊല്ലാം. ചേച്ചി അനുവദിക്കുവാണെങ്കിൽ ചൊല്ലിയാട്ടെ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവരും റെഡിയാണോ? ശ്രീശങ്കരാചാര്യ വര്യം സർവലോകൈകവന്ദ്യം ഭജേ ദേശികേന്ദ്രം ശ്രീശങ്കരാചാര്യവർയം പാപാടവീചിത്രഭാനും ജ്ഞാനദീപേന കാർദ്ദം തമോകാരയന്തം ത്വയിപായന പ്രീതിഭാരം സർവതാപകാമോദ ബോധ പ്രബന്ധം ശ്രീശങ്കരാചാര്യവർയം രാജാധിരാജാഭിപൂജ്യം
ബ്രഹ്മശൃംഗാദ്രിവാസൈക ലോകൈകതീദ്യം രാജേന്ദു തംകാശവസ്ത്രം രത്നഗർഭേ ഭവത്രാംഗി പൂജാനുരക്തം ശ്രീശങ്കരാചാര്യ വര്യം ശ്രീഭാരതി തീർത്ഥഗീതം ശങ്കരാര്യർദ്ധവയ്യ പഠേ ഭക്തിയുക്തക സോപാപ്ലുയ സർവമിഷ്ടം ശങ്കരാചാര്യവല്യ പ്രസാദേന പൂർണം ശ്രീശങ്കരാചാര്യ വര്യം സർവലോകൈക വന്ദ്യം ജയദേശികേന്ദ്രം ശ്രീശങ്കരാചാര്യ വര്യം. ജയശങ്കര. ജയശങ്കര. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും കുറച്ചെങ്കിലും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ക്ലാസ് മുതൽ ഇത് വിശദമായിട്ടായിരിക്കും 4 ക്ലാസ്സിലായിട്ട് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സംഘടനയിൽ വന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഇത് അറിയണം. നിങ്ങളോട് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു കാര്യം, അച്ഛന്റെ പേരെന്തുവാ, അമ്മയുടെ പേരെന്തുവാ, ഗുരുവിന്റെ പേരെന്താണ്, എവിടാണ് ജനിച്ചത്, ശിഷ്യന്മാരാരൊക്കെയായിരുന്നു, ഏതൊക്കെ മഠങ്ങളാണ് എവിടൊക്കെയാണ് സ്ഥാപിച്ചത്, ദശനാമി സമ്പ്രദായം എന്താണ്, ഓരോ ആമ്നായങ്ങളുടെയും പ്രത്യേകതകൾ എന്താണ്, ഇത് മഹാവാക്യങ്ങൾ ഏതൊക്കെയാണ്, ഓരോ ആശ്രമത്തിന്റെ മഹാവാക്യം ഏതാണ്, എവിടാണ് സ്വാമിജി സമാധിയായത്, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ പോയപ്പോഴുണ്ടായ ഈ സ്വർണ്ണ നെല്ലിക്ക പോലുള്ള എല്ലാ കഥകളും നമ്മൾ കേട്ട് പഠിച്ച് ഇതിൽ ഓരോന്നും നിങ്ങൾ അടുത്ത സ്മൃതി ദിനത്തില് അവതരിപ്പിക്കാൻ പാകത്തിന് ഏപ്രിൽ കൊണ്ട് നമ്മൾക്കിത് പൂർത്തിയാക്കാം. നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കുമെന്നും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമസ്കാരം, സന്തോഷം. ഇനിയും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ധ്യാൻ മോൻ 2-3 പ്രാവശ്യം നമ്മുടെ കായനവാച ഒന്ന് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മോന്റെ സമർപ്പണം കഴിഞ്ഞിട്ട് നമുക്ക് സുരേഷ് ജിയിലേക്ക് ഫോൺ കൈമാറാം. ഓക്കെ ധ്യാൻ, നമുക്ക് സമർപ്പിക്കാം മോനെ. ധ്യാൻ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. എന്നാ പൂർണ്ണമിത ചൊല്ലി നമുക്ക് സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കര. നമസ്തേ സുരേഷ് ജി. ഇന്നത്തെ ബാലശങ്കരൻ പഠന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ കഥകളും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും, ഇന്ന് ഉദാഹരണത്തിന് നമ്മുടെ ഇന്ന് കേരളപ്പിറവി ദിനമായിരുന്നു. കേരളപ്പിറവി പോലെ തന്നെ പല സംസ്ഥാനങ്ങൾ രൂപീകരിച്ച ദിനം കൂടിയാണ് ഇന്ന് 1956 നവംബർ 1. എന്തായാലും ഇതെല്ലാം കുട്ടികൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത നമ്മുടെ ഗുരുനാഥയ്ക്ക് ഈ എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്കിന്ന് ഇവിടെ വാങ്ങാം. ശുഭരാത്രി നേരുന്നു. ജയശങ്കര. 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 ജയശങ്കര.